എങ്ങനെയായിരിക്കും പണമുള്ള ഒരാൾ ചിന്തിക്കുന്നത്? ഞാൻ പലപ്പോഴും ചിന്തിച്ച ഒരു കാര്യമാണ്. പണമില്ലാത്ത ഒരാളും പണമുള്ള ഒരാളും തമ്മിലുള്ള വ്യത്യാസം ഒരിക്കലും അവരുടെ കയ്യിലുള്ള പണത്തിൻ്റെ മേലല്ല, മറിച്ച് അവരുടെ മൈൻഡ് സെറ്റിലാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. പണമില്ലാത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ പുവറായിട്ടുള്ള ഒരു വ്യക്തി അയാൾ ഇഷ്ടപ്പെട്ട ഒരു കാറ് വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അയാൾ ആദ്യം ആലോചിക്കുക, ഈ കാറിന് നല്ല വില വരും, അതുകൊണ്ട് എനിക്കിത് വാങ്ങിക്കാൻ പറ്റില്ല എന്നാണ്. നേരെ മറിച്ച് പണമുള്ള ഒരാളാണെങ്കിൽ അയാൾ ആദ്യം തിങ്ക് ചെയ്യുന്നത് എങ്ങനെ എനിക്ക് ആ കാറ് വാങ്ങിക്കാം, അല്ലെങ്കിൽ അതിനുള്ള വഴികൾ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. ഇവിടെ ഒരിക്കലും നമ്മുടെ എക്സ്പെൻസുകളെ കട്ട് ചെയ്ത് കളയുന്നില്ല, മറിച്ച് നമ്മുടെ ഇൻകത്തിൻ്റെ സോഴ്സ് എങ്ങനെ ഇരട്ടിപ്പിക്കാമെന്നാണ് തിങ്ക് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ ഒരു മാറ്റം വരുന്നത് ഒരു കൺസ്യൂമറിൽ നിന്നും ഒരു ഇൻവെസ്റ്ററിലേക്ക് നമ്മൾ മാറുകയാണ്. ആൻഡ് അത് തന്നെ എല്ലാ മാറ്റത്തിനും കാരണമാവുകയും ചെയ്യും. സോ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റുക, പിന്നെ നിങ്ങളുടെ പണത്തിൻ്റെ ഫ്ലോയെ മാറ്റുക. ബൈ.